ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് സ്തോത്രയാഗം അർപ്പിച്ച് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യേശുവെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ യേശുവെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരി ഭരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഗോഡ് ഹൂ ഹോണേഴ്സ് അസ്. നമ്മെ മാനിക്കുന്ന ദൈവം, നമ്മെ മാനിക്കുന്ന ദൈവം. 1 സാമുവേൽ 2-ാം അധ്യായം 30-ാം വാക്യം. For those who honor me, I will honor, and those who despise me will be lightly esteemed. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായി കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അപ്പാ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ഹൂ ഓണേഴ്സ് അസ്. നമ്മെ മാനിക്കുന്ന ദൈവം. മാനിക്കപ്പെടുക എന്നത് ഒരു അംഗീകാരമാണ്. നാം ഏത് കാലത്തും ഏത് അവസ്ഥയിലും ഏത് നേരത്തും ദൈവത്തെ മാനിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മെ മാനിക്കുന്നതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് സ്വന്തം സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു എന്ന് നാം വിശ്വസിച്ച് മനസ്സിലാക്കുന്നത്. നാം അതിനൊന്നും യോഗ്യതയുള്ളവരല്ല. നമ്മെ മാനിക്കുന്ന ദൈവത്തെ മാനിക്കുവാൻ, ജീവിതത്തിൽ ഉയർത്തിക്കാട്ടുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ സന്തോഷവേളകളിൽ മാത്രമല്ല, ദുഃഖത്തിന്റെ കണ്ണീർ താഴ്വരകളിലും നമുക്കതിന് കഴിയണം. വലിയവനായ ദൈവത്തെ പ്രകീർത്തിക്കുന്നതും സാക്ഷീകരിക്കുന്നതും ഒരു ഭക്തന്റെ ചുമതലയാണ്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ചിലപ്പോൾ മാറ്റിക്കൊണ്ടായിരിക്കുകയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ ഭാരങ്ങൾ വഹിക്കുന്നതിനുള്ള ശക്തി പകർന്നു തരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. വചനം ഇങ്ങനെ പറയുന്നു. യാക്കോബ് ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. Draw near to God and he will draw near to you. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ക്രിസ്തുവിൽ കെട്ടുപണി ചെയ്ത ജീവിതം നാം നയിക്കുമ്പോൾ നാം അനുഗ്രഹീതരായിത്തീരും. ക്രിസ്തു ആകട്ടെ നമ്മുടെ മാതൃക. അവിടത്തേക്കായി നമുക്ക് ജീവിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ മാനിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. അങ്ങിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് അങ്ങേ മാനിക്കുന്നവരായി ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും, സ്നേഹിക്കും, ആരാധിക്കും. ആ ഒരു ഹൃദയ നിശ്ചയത്തിൽ കുടുംബത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്
ദൈവത്തെ മാനിക്കുന്ന, ദൈവത്തെ മാനിച്ചുകൊണ്ട് അന്യോന്യം പരസ്പരം മാനിക്കുന്ന സഭകളായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യം ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഓരോ സംസ്ഥാനങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശേഷാൽ തമിഴ്നാടിനെയും കർണാടകത്തെയും കേരളത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം ചെല്ലും തോറും വർദ്ധിച്ചു വരുന്ന എല്ലാ സംഘർഷങ്ങളും സംഘടനകളും യേശുവിന്റെ നാമത്തിൽ ദേശമണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ. സ്തോത്രം. ദൈവഭയമുള്ള, ദൈവസ്നേഹമുള്ള, മനുഷ്യ സ്നേഹമുള്ള, സഹജീവിയോടുള്ള കരുണ കാണിക്കുന്ന മക്കളായി രൂപാന്തരപ്പെടുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. വിശേഷാൽ ഈ സമയത്ത് ഉക്രൈനും റഷ്യയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് സമാധാന പ്രഭുവാണല്ലോ. ആ രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വിട്ടുമാറി പരസ്പരം ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും അവിടുന്ന് അവരുടെ ഹൃദയങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിക്കുന്നു. മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് വിശുദ്ധ വർഗമായി തന്നെ ജീവിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം. സാംക്രമിക രോഗങ്ങളിൽ നിന്ന് മക്കളെ പിടിപ്പിക്കണം. അവരുടെ ഭാവി അങ്ങയുടെ കരങ്ങളിലാണല്ലോ. ആകുലപ്പെടാതെ, ഭയപ്പെടാതെ, അങ്ങിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം. ദൈവത്തെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വർഗമായി തന്നെ വേർപെട്ട് നിൽക്കുവാൻ മക്കളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ. ഞങ്ങളുടെ ഓഫീസുകളെയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിനെയും അതിന്റെ അതിരുകളെയും അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു വരിക്കുന്നതിനായി സ്തോത്രം. ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യവും ശക്തിയും ബലവും പകർന്നതിനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ച ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടി എന്നെ മാടി വിളിച്ച സുന്ദര മനോഹരം എന്നെ പിരിഞ്ഞ് ലോകയാത്ര പാകതരാം യാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം